ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ആൾട്രേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഈ ചുവന്ന ബ്ലൗസ് ഞാൻ തയ്ച്ചതാണ്. ആൾട്രേഷൻ ചെയ്യാനുള്ള ബ്ലൗസാണ് ഈ ആഷ് കളർ. ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ കപ്പ് രണ്ടെണ്ണം രണ്ട് സൈസാണ്, കഴുത്ത് ലൂസാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ. ആദ്യം നമുക്ക് കപ്പ് എങ്ങനെയാണ് ഈ രണ്ടും രണ്ട് സൈസ് ആകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് വലുതും ഒന്ന് ചെറുതും ആവും. അതെങ്ങനെയാണ് അങ്ങനെ ആയി പോകുന്നത്? നമുക്ക് ആ ഡോട്ട് പോയിന്റ് ഒന്ന് അളന്ന് നോക്കാം. കണ്ടോ, ഈ സൈഡ് നമ്മൾ ബോഡിയിലേക്ക് മടക്കി അടിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആ ഡോട്ട് പോയിന്റ് അതുവരെയുള്ള ലെങ്ത് നോക്കാം. 4 ഇഞ്ചാണ് ഡോട്ട് പോയിന്റ് അതുവരെയുള്ളത്. ഇനി ഇത് നമുക്ക് നോക്കാം. ഇത് 5 ഇഞ്ചാണ്. ഇത് കറക്റ്റാണ്. അതായത് 5 ഇഞ്ച് തന്നെയാണ് നമുക്ക് വേണ്ടിയത്. കണ്ടോ, 4 ഇഞ്ചാണ് നമ്മൾ പടിയടിക്കണതിന് മുമ്പ് വേണ്ടിയത്. ഇതാണെങ്കിലോ പടിയടിക്കണതിന് മുമ്പ് കണ്ടോ 3 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? 2 കപ്പും ഒരേ പോയിന്റിൽ ഇരുന്നാലല്ലേ കപ്പ് കറക്റ്റ് ആവുള്ളൂ. ഇത് ഒരെണ്ണം ചെറുത്. കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡോട്ട് അടിച്ചേക്കുന്നത് കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണെന്ന്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കഴുത്ത് വലുതായിപ്പോയി എന്നാണ് അവരുടെ കംപ്ലൈൻറ്റ്. വലുതായിപ്പോയി എന്നല്ല, കഴുത്ത് ലൂസായി ഇറങ്ങിപ്പോകുന്നു. ഷോൾഡറിൽ നിന്ന് കഴുത്ത് ടൈറ്റ് ആവുന്നില്ല, ഇറങ്ങിപ്പോകുന്നു. അപ്പം ഞാൻ തയ്ച്ച ബ്ലൗസും ഇതിൻ്റെ കഴുത്തും തമ്മിൽ പിടിച്ചു നോക്കാം. ഒരുപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു പൊടിക്കെങ്കിലും ഞാൻ തയ്ച്ച ബ്ലൗസിൻ്റെയാണ് കൂടുതൽ. ഇനി അരവണ്ണം നമുക്കൊന്ന് നോക്കാം. അരവണ്ണവും കറക്റ്റ് തന്നെ, ഒരു പൊടിക്ക് ഞാൻ തയ്ച്ചത് കൂടുതലുണ്ട്. ഇനി ചെസ്റ്റ് വണ്ണം നമുക്കൊന്ന് അളന്ന് നോക്കാം. ചെസ്റ്റ് വണ്ണം എത്രയുണ്ടെന്ന് നോക്കാം. $52 ഇഞ്ച് ചെസ്റ്റ് വണ്ണമുണ്ട് ഈ ബ്ലൗസിന്. ഇനി മറ്റേ ബ്ലൗസിൻ്റെ കറക്റ്റ് അളവുള്ള ബ്ലൗസിൻ്റെ ചെസ്റ്റ് വണ്ണം ഒന്ന് നോക്കാം. ഇത് കറക്റ്റ് അളവാണ്. ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം നമുക്കൊന്ന് നോക്കാം എത്രയുണ്ടെന്ന്. ഇത് കഴുത്തെല്ലാം നല്ല കറക്റ്റാണ്, ഒരല്പം പോലും ലൂസില്ല, കപ്പ് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം നമുക്ക് അളന്ന് നോക്കാം. $49 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം ഉള്ളത്. മറ്റത് 52, അതായത് 49, 50, 51, 52, 3 ഇഞ്ച് കൂടുതലുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നേരെ പിടിച്ചു വെച്ച് നോക്കാം. സൈഡെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കും ഫ്രണ്ടും ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ, ഇത്രയും ഫ്രണ്ടിൽ ഡിഫറൻസ് കിടക്കുന്നു. അതെങ്ങനെ വന്നു? ഇങ്ങനെ ഒരു ഡിഫറൻസ് വരാൻ പാടില്ല. നമ്മൾ സൈഡെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ കണ്ടോ, ഈ ഡിഫറൻസ് അവിടെ വരാൻ പാടില്ല. അതെങ്ങനെ അവിടെ അങ്ങനെ ഒരു ഡിഫറൻസ് വന്നത്? ഇനി നമുക്കിതിൻ്റെ വണ്ണം എങ്ങനെയാണ് അടിച്ചേക്കുന്നത് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇത് 10 ഇഞ്ചിലും ഒരു സൈഡ് 10 ഇഞ്ച്, മറു സൈഡ് 9 ഇഞ്ച്. ഇനി ബാക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് എത്രയുണ്ടെന്ന് നോക്കാം. ബാക്കും 9 ഇഞ്ച്. ഒരു സൈഡ് പടി വെച്ചടിച്ചിട്ടാണ് ആ ഒരു സൈഡ് 10 ഇഞ്ച് കൂടുതലായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ കണ്ടോ, കപ്പ് ഒന്ന് ചെറുത് ഒന്ന് വലുത്. അതെന്തുകൊണ്ട് വരുന്നു? അതിന് പടി കൊടുത്തടിച്ച പടിയല്ല, ഒരു സൈഡിലെ പടി മടക്കി അടിച്ച പടിയാണ്. അപ്പോൾ ഈ ബ്ലൗസ് ഇടുമ്പോൾ ഒരു കപ്പ് ചെറുതും ഒരു കപ്പ് വലുതുമായിട്ട് തന്നെ ഇരിക്കുള്ളൂ.
അത് ഒന്ന് കറക്റ്റ് പോയിന്റിലും ഇരിക്കും, ഒന്ന് മാറിയിരിക്കും. ഇനി നമുക്കതിൻ്റെ ഹൂക്ക് പിടിച്ചിട്ടിട്ട് ആ ബ്ലൗസ് എങ്ങനെയാണ് ഇരിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഹൂക്ക് പിടിച്ചിടുമ്പോൾ ഈ ഫ്രണ്ട് കണ്ടോ ഇരിക്കുന്നത്? കണ്ടോ? ഇങ്ങനെ പോയി ഇരിക്കാൻ പാടില്ല, കറക്റ്റിന് തന്നെ ഇരിക്കണം. കണ്ടോ? രണ്ട് സൈഡും ഓരോ ഇഞ്ച് വീതം ഫ്രണ്ടിലോട്ടായി കിടക്കുകയാണ്. അങ്ങനെ വരാനും പാടില്ല, അതും തെറ്റ്. അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ ഈ ബ്ലൗസിലുണ്ട്. അത് നിങ്ങൾ തയ്ക്കുന്ന ബ്ലൗസ് നിങ്ങൾ തന്നെ ഒന്ന് ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ മിസ്റ്റേക്ക് എവിടെയൊക്കെ വന്ന് കിടക്കുന്നു എന്ന് മനസ്സിലാവും. അതിൻ്റെ ആ കഴുത്ത് നിങ്ങൾ നോക്കൂ, ഒരു കഴുത്ത് വലുതും ഒരു ഫ്രണ്ട് കണ്ടോ, ഒന്ന് വലുത് ഒന്ന് ചെറുതായിട്ടിരിക്കണ കണ്ടോ? പിന്നെ നമുക്കിനി ഷോൾഡർ അളന്ന് നോക്കാം. ഫ്രണ്ടിലെ കഴുത്ത് കണ്ട, അതാ ഒരു പടി വെച്ചടിച്ചതിൻ്റെ കൂടുതലും കുറവുമാണ് ആ കാണുന്നത്. ഇനി ഷോൾഡർ അളന്ന് നോക്കാം. ഇതോ 6.5 ഇഞ്ച് ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ 7 ഇഞ്ചിലായിരിക്കും ഇതിൻ്റെ ഷോൾഡർ എടുത്തിട്ടുള്ളത്. ഇനി ഡിഫറൻസ് നോക്ക്, 3 ഇഞ്ച് വിട്ടിലാണ് ഇതിപ്പോൾ തയ്ച്ചിട്ടിരിക്കുന്നത്. 3 ഇഞ്ച്, അപ്പോൾ 3.5 ഇഞ്ചിൽ ഇത് വെട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പോട്ടെ, 3 ഇഞ്ചിൽ തന്നെ വെട്ടിയാൽ തന്നെയും. ഇനി ഈ ബ്ലൗസിൻ്റെ വിട്തൊന്ന് നമുക്ക് നോക്കാം. ഷോൾഡർ ഒന്ന് നോക്കാം. ആദ്യം ഷോൾഡർ നോക്കാം. ഞാൻ 5 ഇഞ്ചിലാണ് വെട്ടുന്നത്. കണ്ടോ? 4.5 ഇഞ്ചിൻ്റെ അടുത്തേ ഷോൾഡർ ഒരു 2 ഇഞ്ച് വിട്ടേ വരുള്ളൂ. ഇത് കറക്റ്റാണ്, കാരണം ബാക്ക് കഴുത്ത് ഏകദേശം 10 ഇഞ്ചോളം ലെങ്ത് ഉള്ള ബ്ലൗസാണിത്. ഇനി നമുക്കിത് എങ്ങനെയൊക്കെ ശരി. ഇനി അടുത്തത് നമുക്ക് ആം ഹോള് പിടിച്ചു നോക്കാം എത്ര ഉണ്ടെന്ന്. ഇതിൻ്റെ ആം ഹോൾ കണ്ടോ? 10 ഇഞ്ച് ആം ഹോളാണ് ഇതിനുള്ളത്. കണ്ടോ? ഇനി ഈ കറക്റ്റ് ബ്ലൗസിൻ്റെ ആം ഹോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. കണ്ടോ? ഏകദേശം 10.75 11ൻ്റെ അടുത്തുണ്ട്. 10.75 11ൻ്റെ അടുത്ത് ഇതിൻ്റെ ആം ഹോൾ ഉണ്ട്. അപ്പം മറ്റേൻ്റെ ആം ഹോൾ ചെറുതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ മടക്ക് നമുക്ക് അഴിച്ചിടണം, എന്നാലേ ആ കപ്പ് കറക്റ്റ് ആവും. അത് ആ മടക്കി വെച്ചേക്കുന്ന ആ തയ്യലും ഈ കൈയും ഈ സൈഡും ഒക്കെ ഒന്ന് അഴിക്കണം. അഴിച്ചിട്ടേ ഇതിന് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ കസ്റ്റമർ എൻ്റെ കയ്യിൽ ഇത് തന്നത് തന്നെ, ഇത് ഒരു ബ്ലൗസിൻ്റെ തയ്യക്കൂലിയും തന്നിട്ടുണ്ട് ഇത് കറക്റ്റാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നു. ഇനി നിങ്ങൾ തയ്ക്കുമ്പോൾ ഈ മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾ വരുത്തരുത്. നിങ്ങൾ തയ്ക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടാണ് കഴുത്ത് ലൂസായി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാതിരിക്കാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് ഇടുന്നത്. നമുക്ക് അഴിച്ചു വെച്ചു, ഞാനതൊക്കെ അഴിച്ചു റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് കഴുത്തൊന്ന് പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് നോക്കാം. നമ്മൾ കഴുത്ത് ആണ് ഇത് കറക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് കഴുത്ത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൽ വന്ന് കിടക്കുന്ന മിസ്റ്റേക്ക് എന്ന്. ഷോൾഡർ കറക്റ്റിന് പിടിക്കണം, കഴുത്ത് ഇത് കറക്റ്റിന് പിടിക്കണം. ഇങ്ങനെ കറക്റ്റിന് ഇരുന്നാൽ മാത്രമേ നമ്മളെ കഴുത്ത് കറക്റ്റ് ആവും. കറക്റ്റിന് ഇരിക്കുമ്പോൾ ഈ ബ്ലൗസിൻ്റെ ബാക്കിന് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. കണ്ടോ? ആം ഹോൾ കറക്റ്റ് അല്ല, ബാക്ക് കറക്റ്റ് അല്ല, ബാക്കിൻ്റെ ലെങ്ത് രണ്ടായിട്ടാണ്, രണ്ട് സൈഡ് രണ്ടാ പോലെയാണ് കിടക്കുന്നത്. കണ്ടോ? കഴുത്ത് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് ഒന്ന് ചെറുതും ഒന്ന് വലുത്. ഇനി അത് എങ്ങനെയാണ് അവർ തയ്ച്ചേക്കുന്നത്, അത് അങ്ങനെയൊക്കെ പിടിച്ച് നമ്മൾ ആം ഹോളും ബാക്കും ഒക്കെ കറക്റ്റ് ചെയ്ത് തയ്ക്കുമ്പോൾ എന്താണ് ഇതിൽ വരുന്ന മിസ്റ്റേക്ക് എന്ന് കാണിച്ചു തരാം. കണ്ടോ? ആ ബാക്കൊക്കെ നമ്മൾ പിടിച്ച് കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത് തയ്ച്ച ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. അങ്ങനെ തയ്ക്കുമ്പോൾ കണ്ടോ കഴുത്ത് എവിടെ പോയി കിടക്കുന്നു നോക്കിയേ. ഏകദേശം ഷോൾഡർ 1 ഇഞ്ചിൻ്റെ ഡിഫറൻസിലാണ് അത് പോയി കിടക്കുന്നത്. കണ്ടോ? പിന്നെ എങ്ങനെയാണ് ഈ കഴുത്ത്? കണ്ടോ? ഈ സൈഡൊക്കെ കറക്റ്റ് വെച്ച് തയ്ച്ചതാണ്. അങ്ങനെ കറക്റ്റ് വെച്ച് തയ്ക്കുമ്പോൾ കഴുത്ത് ഒരു സൈഡ് എങ്ങോട്ടോ പോയി.
ഈ ഡിഫറൻസിൽ കിടന്നാൽ എങ്ങനെയാണ് കഴുത്ത് നേരെയാവുന്നത്? നമുക്ക് കഴുത്ത് നേരെ ഇരിക്കണമെങ്കിൽ കഴുത്ത് നേരെ തന്നെ പിടിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ തയ്ക്കണം. ഇതുപോലെ കഴുത്ത് കറക്റ്റിന് പിടിച്ച് വെച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന മിസ്റ്റേക്കുകളെന്ന് നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാം. ഇതുപോലൊരു വീഡിയോ നിങ്ങൾ ഈ യൂട്യൂബിൽ എങ്ങും തിരഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ട് ഇതാരും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. കാണുമ്പോഴാണ് നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകളാണ് സംഭവിച്ചു പോകുന്നതെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ കഴുത്ത് ആദ്യം പിടിച്ച് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കണ്ടോ? ഇപ്പോൾ അവിടെ ഒരു ഭാഗം കുറച്ച് താഴോട്ട് ഒരു ഭാഗം മുകളിലോട്ടായിട്ട് കിടക്കുകയാണ്. പിന്നെ സൈഡ് ഒരുപാട് ഡിഫറൻസിൽ കിടക്കുന്നുണ്ട്. ആം ഹോൾ ഡിഫറൻസിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വെട്ടി കറക്റ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് കഴുത്ത് കറക്റ്റ് ആക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ തയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ കൈ വെച്ചടിക്കുന്നതിന് മുമ്പ് ഈ കഴുത്ത് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്തടിക്കാൻ, ബേക്കിലെ പട്ട പോലും അടിക്കാൻ. ബേക്കിലെ പട്ട അടിക്കുമ്പോഴും നമ്മൾ ഈ കറക്റ്റ് ബ്ലൗസിൻ്റെ ബാക്ക് ഇങ്ങനെ കറക്റ്റ് കഴുത്ത് പിടിച്ച് വെച്ചിട്ട് വേണം പട്ട അടിക്കാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ഇതിപ്പോൾ ഞാൻ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നു. ഇനി ഇതാ ആ സൈഡ് കണ്ടോ? അതും നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇതിൽ ആം ഹോൾ കട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ കൈ വെച്ചടിക്കുമ്പോൾ വല്ല സൈഡ് ബോഡി ജോയിൻ ചെയ്തിട്ട് മാത്രം നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യാം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ കൊടുത്തടിക്കണം. കാരണം നമ്മൾ ഫ്രണ്ട് മടക്കി അടിച്ചിരുന്നത് ഒരു പടി നമ്മൾ അഴിച്ചെടുത്തേക്കാണ്. ആ ഒരു പടിയെ നമുക്കിനി കൊടുത്തടിച്ച് മറ്റതിൻ്റെ ഒപ്പം ആക്കണം. എന്നിട്ട് ആ കപ്പ് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. എല്ലാവരും നല്ല തയ്യക്കാർ തന്നെ, തയ്ക്കാനും അറിയാം. പക്ഷെ പലരും പറയില്ലേ കഴുത്ത് ലൂസായി പോകുന്നു, ഷോൾഡർ ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ കപ്പ് ചെറുതായിപ്പോയി വലുതായിപ്പോയി എന്ന് പലരും എന്നോട് ഇതിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. തയ്ക്കുന്ന ബ്ലൗസിൻ്റെ കപ്പ്, അതിൻ്റെ കാരണമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതിന് പല ടൈലർമാരും ഒരു മുട്ടാപ്പോക്ക് പോലെ പറയുന്നത് ഒരു ബ്രസ്റ്റ് ചെറുത് ഒരു ബ്രസ്റ്റ് വലുത് അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോണെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും അല്ല കാര്യം. ഈ നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിൻ്റെ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരുത്തുന്നതെന്ന് ആ ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക. പലരും പറയും ഇത് അടിയിലോട്ട് പോകുന്ന ഭാഗമല്ലേ, ഇത് പിന്നെ എന്തിന് കൊടുത്തടിക്കുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷെ കൊടുത്തടിക്കാതെ നമ്മൾ മടക്കി അടിച്ചാൽ നമ്മൾ ഡോട്ട് ഇട്ടേക്കുന്നത് രണ്ടും ഒരേപോലെയാണ് എല്ലാവരും ഡോട്ട് ഇടുന്നത്. അല്ലാതെ ഒരെണ്ണം മാറ്റിയും തിരിച്ചും അല്ലല്ലോ ഇടുന്നത്. രണ്ട് സ്ഥലവും നമ്മൾ ഒരുപോലെയാണ് ഡോട്ട് ഇടുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കൊടുത്തടിക്കുക. ഇത് അതിലുള്ള തുണി തന്നെ ഇച്ചിരി വീതി കുറവാണ്. അത് പോരാ, ഇച്ചിരി കൂടെ വീതിക്കൊക്കെ എടുക്കണം നമ്മൾ എടുക്കുമ്പോൾ. പക്ഷേ ഇത് അതേ തുണി തന്നെ അടിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ വീതിക്ക് തന്നെ എടുക്കുകയാണ്. അത്രയും ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഡിഫറൻസ് കിട്ടി. കണ്ടോ? ഇപ്പം 5 ഇഞ്ച് തന്നെ അതുമായി, ഇതും 5 ഇഞ്ച് തന്നെ ആയി. കണ്ടോ? അത് അങ്ങനെ കിട്ടിയാലേ നമുക്ക് കപ്പ് കറക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ടോ? ഇത് രണ്ടും കൂടെ പിടിച്ചിപ്പോൾ നോക്കണം. ഡോട്ട് പോയിന്റ് ഇപ്പം കറക്റ്റായി. കണ്ടോ? ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്ക് ബാക്കിൽ പട്ട വെച്ചടിക്കാം. അത് ഞാൻ വേറൊരു തുണി എടുത്തു, ഒരു ആഷ് കളർ തുണി. അടിയിലേക്ക് പോകുന്ന പീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പട്ട വെച്ചടിച്ചു. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ 4 സൈഡും ഒരേ അളവിലാണ് ജോയിൻ ചെയ്യുന്നത്, കൂട്ടിയും കുറച്ചൊന്നും അല്ല.
നമ്മൾ കഴുത്ത് കറക്റ്റ് പിടിച്ചു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ബാക്ക് ഒരുപോലെ കിട്ടണം. കണ്ടോ? നമുക്ക് 10 ഇഞ്ച് വണ്ണം അടിക്കാൻ കിട്ടുന്നുള്ളൂ. അത് മതി. ഈ സൈഡും നമ്മളൊരു 10 ഇഞ്ച്, ഈ സൈഡും 10 ഇഞ്ച്, അങ്ങനെ 4 സൈഡും നമ്മൾ ഒരേ അളവിലാണ് എടുക്കുന്നത്. ഷോൾഡർ ഇനി നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. കണ്ടോ? അത് നമുക്ക് ഈ സൈഡ് ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാം. രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്യണം. ഒരു 1/4 ഭാഗം ജോയിൻ ചെയ്ത് വയ്ക്കണം. കാരണം നമുക്ക് ബാക്കി ഭാഗത്തിന് ഷോൾഡറൊക്കെ ആം ഹോളൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വേണം പിന്നെ നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാൻ. കണ്ടോ? ഇനി അവിടെ ആ വേസ്റ്റ് വരുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ നെഞ്ചുവണ്ണം നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് കിടക്കുകയായിരുന്നു. അതായത് 52 ഇഞ്ച് നെഞ്ചുവണ്ണം കിടക്കുകയായിരുന്നു. നമുക്ക് 49 മതി. പിന്നെ ഷോൾഡറും ഒരു ശകലം നമുക്ക് കട്ട് ചെയ്യണം. അത്രയും ഷോൾഡർ വീതി വേണ്ട. രണ്ട് സൈഡും അതുപോലെ കട്ട് ചെയ്യണം. അതിൻ്റെ ഷോൾഡർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് കൈയും ഈ വെട്ടി ഇത് അവർ വെട്ടി വെച്ചേക്കുന്നത് കറക്റ്റ് അല്ല. അത് ശരിക്ക് കുഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അവർ ഒരു സൈഡ് കുഴിച്ചൊക്കെയാണ് വെട്ടി തയ്ച്ചേക്കുന്നത്. പക്ഷെ എൻ്റെ സ്റ്റൈലിൽ ഞാനൊന്ന് വെട്ടുകയാണ്. ഞാൻ ഇങ്ങനെയാണ് വെട്ടുന്നത്. ഇത്രയും കുഴിഞ്ഞ് അപ്പോൾ അത്രയും കയ്യിൽ നിന്ന് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് തയ്ക്കാം. ഞാൻ മുമ്പൊരു ആൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കഴുത്തിൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. നെഞ്ചിൻ്റെ കപ്പിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് വിശദമായിട്ട് ഒന്നുകൂടെ പറയുന്നത്. നമ്മൾ കൈ തയ്ച്ചു കഴിഞ്ഞു. കണ്ടോ? ഇനി നമുക്കിത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. ഒരുപാടൊന്നും തയ്യൽ തുമ്പ് ഉണ്ടാവൂല. കാരണം കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്ന്, അതുകൊണ്ട് തയ്യൽ തുമ്പ് ഒരുപാട് ബാക്കി ഉണ്ടാവൂല. ഇത് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പലരും തയ്ക്കുമ്പോൾ വരും. അപ്പോൾ നിങ്ങളിത് തയ്ക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തയ്ച്ചാൽ ബ്ലൗസ് നല്ല ഈസി ആയിട്ട് നന്നായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും.
ആരും കംപ്ലൈൻറ്റ് പറയില്ല. പലർക്കും ബ്ലൗസ് തയ്ക്കാനും പേടിയാണ്. ഈ കഴുത്തിറങ്ങി പോകുന്നതാണ് ഒരു വലിയ വിഷയം. എല്ലാവർക്കും അതുപോലെ തന്നെ. പിന്നെ കപ്പ്, അതും ഒരു വിഷയമാണ്. പിന്നെ കപ്പ് ആൾക്കാരങ്ങ് സഫർ ചെയ്യും. നമുക്ക് വണ്ണം നോക്കിയിട്ട് അടിക്കാം. കപ്പ് അത്യാവശ്യം ഒരു ചെറുതും വലുതും ഒക്കെ ആയാലും ആൾക്കാർ അത് ഫ്രണ്ട് സാരി ഇടുന്നതല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ കഴുത്ത് ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ കഴുത്ത് എപ്പോഴും ലൂസായി പോയി ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ സാരി ഉടുത്താലും നിൽക്കില്ല. നമുക്കിങ്ങനെ മടക്കി ആം ഹോളും ഒക്കെ ചേർത്ത് തന്നെ നമ്മൾ നെഞ്ചുവണ്ണം അടിക്കണം. ഈ ഓൾട്രേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ജോലിയാണ്. അത് എല്ലാവരും എല്ലാവർക്കും അത് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിൻ്റെ അരവണ്ണം ഒന്ന് നോക്കാം, കറക്റ്റ് ആയോ എന്ന്. കറക്റ്റ് അല്ലെങ്കിൽ ഒന്നുകൂടെ അടിച്ച് കറക്റ്റ് ചെയ്യണം. ഒരു ശകലം മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ ഇനി അടുത്ത് അടിക്കുമ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊരു അരവണ്ണം കുറച്ചാൽ മതി. നെഞ്ചുവണ്ണം നമുക്കൊന്ന് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ഇനി നമുക്ക് അരവണ്ണം അടിക്കാം. നാൽപ്പത്തൊമ്പതേ ഇപ്പോൾ ഉള്ളു. അപ്പോൾ നമുക്ക് 49ആണ് വേണ്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും വണ്ണം കുറയ്ക്കാനൊന്നും ഇല്ല. അരവണ്ണം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് കുറച്ചാൽ മതി. നെഞ്ചുവണ്ണമൊന്നും ഇനി കുറയ്ക്കാനില്ല. ഇതെൻ്റെ ആൾട്രേഷൻ ബ്ലൗസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ധാരാളം ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങും ആൾട്രേഷനും ഒക്കെ ഇതിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കത് കയറി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതൊന്നുകൂടെ കയറി കാണുക. ഇനി ഇതിൻ്റെ കഴുത്ത് നമ്മൾ അവിടെ ഫ്രണ്ട് കൊടുത്തടിക്കാനായിട്ട് തയ്യൽ ഇളക്കിയിട്ടിരുന്നു, അതും ഒന്ന് തയ്ച്ച് കറക്റ്റാക്കാം. ഈ ഫ്രണ്ട് എന്തിനാണ് രണ്ട് സൈഡും കൊടുത്തടിക്കുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചിപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് സൈഡും ഫ്രണ്ട് കൊടുത്തടിക്കുന്നതാണ്. ഇനി ഇത് ഹെമ്മിങ് ചെയ്തങ്ങ് വെക്കുക. ഇപ്പം ഞാൻ എന്തിനാണ് രണ്ട് സൈഡും കൊടുത്തടിക്കുന്നതെന്ന്, കൊടുത്തടിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല, പട്ട ഇങ്ങനെ അടിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന്. ഞാൻ രണ്ട് സൈഡിലും പടി വെച്ചടിക്കാറുണ്ട്, പടി ചേർത്ത് വെച്ച് അടിക്കാറുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു അതെന്തിനും ഒരു സൈഡല്ലേ പടി അടിക്കേണ്ടി, ഒരു സൈഡ് അകത്തോട്ട് പോകുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അത് എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു ആൾട്രേഷൻ ആയതുകൊണ്ട് ഇതിന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ നന്നാക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വണ്ണമൊക്കെ ഒന്ന് അളന്ന് നോക്കാം. ആദ്യം അരവണ്ണം അളന്ന് നോക്കാം. അരവണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നെഞ്ചുവണ്ണം 49ആണ് നമ്മൾ നേരത്തെ അളന്ന് വെച്ചത്. അത്രയുണ്ടോ എന്ന് നോക്കണം. നേരത്തെ ഇത് 51 ഇതിൽ 51 52 52 തോന്നുന്നു. അത്രയും 3 ഇഞ്ച് 49 50 51 52 3 ഇഞ്ച് കൂടുതലുണ്ടായിരുന്നു. 52 കിടന്നാണ് നമ്മളിപ്പോൾ വെട്ടി കറക്റ്റ് ചെയ്ത് 49 എത്തിച്ചത്. 49 ഇതാണ് ഇതിൻ്റെ കറക്റ്റ് നെഞ്ചുവണ്ണം. ഇപ്പോഴാണ് ഇതിൻ്റെ കഴുത്തും ടൈറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഡോട്ട് പോയിന്റ് നമ്മൾ പിടിക്കുമ്പോൾ 5 ഇഞ്ച് ആ സൈഡിലും ഈ സൈഡും പിടിച്ചു നോക്കാം. ഈ സൈഡും 5 ഇഞ്ച് കണ്ടോ. ഇപ്പം രണ്ട് സൈഡും ഒരുപോലായി. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇനി നമുക്ക്
ആം ഹോൾ ഒന്ന് നോക്കാം. ആം ഹോൾ നേരത്തെ ഇതിൽ 10 ഇപ്പം എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതാ ഇപ്പോൾ ആം ഹോൾ 11 കണ്ടോ? 10:45 11ൻ്റെ അടുത്തായി ഇപ്പോൾ. ഇപ്പോഴാണ് ഇതിൻ്റെ ആം ഹോളും കറക്റ്റ് ആയത്. ആം ഹോൾ ചെറുതായാലും ബ്ലൗസ് കൈ മേലോട്ട് കയറൂല, അപ്പോൾ ലൂസായി പോവും. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ കണ്ടോ? ഇതിൻ്റെ ആം ഹോൾ നേരത്തെ നമ്മൾ അളന്നതായിരുന്നു, 11ൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കപ്പും കഴുത്തും ഒക്കെ എന്തുകൊണ്ടാണ് തയ്ക്കുമ്പോൾ പലർക്കും മിസ്റ്റേക്ക് വന്നു പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹൂക്കൊക്കെ ഒന്ന് പിടിച്ച് ഇട്ട് നോക്കാം. ഇത് സൈഡൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ഇതുപോലെ പിടിച്ചു വെച്ചപ്പോൾ ഇത് രണ്ടും ജോയിൻ്റ് ആവൂലായിരുന്നു. കുറേ ഒരു 2-2.5 ഇഞ്ച് ഡിസ്റ്റൻസിലായിരുന്നു ഇത് കിടന്നത്. ഹൂക്ക് പിടിച്ചിട്ടപ്പോൾ 2 സൈഡിൽ നിന്നും ഫ്രണ്ടിലേക്ക് കയറി വരികയും ചെയ്തു ബാക്കിൽ നിന്ന്. ഇപ്പം നമുക്ക് നോക്കാം അങ്ങനെ വരുന്നുണ്ടോ, കറക്റ്റ് ആണോ എന്ന്. കണ്ടോ? ഇപ്പോൾ സൈഡാ കണ്ടോ? കറക്റ്റായി. ഇപ്പോൾ ഫ്രണ്ടിൽ ആ ഡിസ്റ്റൻസ് അവിടെ വരുന്നില്ല. കണ്ടോ? അത് നമ്മളവിടെ കൊടുത്തടിക്കുകയും ചെയ്ത്. കൊടുത്തടിക്കാൻ വലിയ വീതിക്കൊന്നും കൊടുത്തടിച്ചില്ല, ചെറിയ വീതിക്കേ ഉള്ളായിരുന്നു. ഇപ്പോൾ ബ്രസ്റ്റ് രണ്ടും ഒരേപോലെ ആയിട്ടുണ്ട്. കണ്ടോ? കഴുത്തും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് വരുന്നില്ല. സൈഡെല്ലാം കറക്റ്റായി. മറ്റേ നമ്മൾ ഇതുപോലെ ഇട്ടപ്പോൾ സൈഡ് എന്ത് ചെയ്ത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കയറി വരികയാണ് ചെയ്ത സൈഡ്. ഇപ്പം അങ്ങനെ കയറി വരുന്നില്ല. കപ്പും രണ്ടും കറക്റ്റ് ആയിട്ടുണ്ട്. കഴുത്ത് കറക്റ്റായി. ഓക്കെ, ഇതാണ് ഒരു ബ്ലൗസ്. എന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നാണ് നിങ്ങൾ തയ്ക്കുമ്പോൾ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇനിയെങ്കിലും തയ്ക്കുമ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് തയ്ക്കുക. തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലൗസ് തയ്ക്കാൻ പറ്റും. ഓക്കെ, ബൈ.